ഈ രാഷ്ട്രീയത്തിലെ ഒരു ധാർമ്മികതയും സദാചാര ബോധവുമൊക്കെ ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും BJPയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലാണെങ്കിലും ഒക്കെ ഒരു ധാർമ്മികതയും ഒരു നൈതികതയും അതുപോലെ തന്നെ ഒരു സദാചാര ബോധവും ഉണ്ടാകണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിനോട് ചേർന്ന് വായിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ എങ്ങനെ വിളിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ രോഹിണി പറഞ്ഞതുപോലെ ഏതെല്ലാം അധർമ്മ പ്രവർത്തനങ്ങളോ അക്രമ പ്രവർത്തനങ്ങളോ നടത്തിയാലും അവരെ പൂർണ്ണമായി സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതായിട്ടുള്ള അക്രമ സംഘങ്ങൾ പാർട്ടിയിൽ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തിയതാണ് ഈ രോഹിണി ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നടന്ന സംഭവത്തിൻ്റെ ചിത്രം കണ്ടപ്പോൾ ആക്ഷരികമായി ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവർ മാലയിട്ട് സ്വീകരിച്ച പ്രതി എന്ന് പറയുന്നത് കാപ്പ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നയാളാണ്. അദ്ദേഹം 2-3 പ്രാവശ്യം ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം വീണ്ടും സമാനമായ കുറ്റങ്ങൾ ചെയ്തപ്പോൾ പിന്നാലെ തിരിച്ച് ജയിലിലേക്ക് പോവുകയും ഏറ്റവും ഒടുവിലും ഒരു ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ പൂമാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു മന്ത്രി അവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രം കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി. അങ്ങനെ ഒരാളിനെ യാതൊരു കൂസലുമില്ലാതെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമ്പോൾ രോഹിണി ആ സംഭവം നൽകുന്ന സന്ദേശം എന്താണ്? പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെപ്പോലെ തന്നെ ഒരു കോളേജ് അധ്യാപകനാണ് ഡോക്ടർ B. ജയരാജ്. അദ്ദേഹം എത്ര ലഘുവായി മാർദ്ദവത്തോടു കൂടിയാണ് ഈ പറയുന്ന കൊയിലാണ്ടി കോളേജിലെ സംഭവം നടന്നത്. അങ്ങേക്കറിയാമല്ലോ, കേരളത്തിൽ കൊയിലാണ്ടി കോളേജിലെ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഈ കേരളത്തിലെ കോളേജുകളിൽ ഞാനും താങ്കളും പ്രവർത്തിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മൾ കാണുന്നത് കുറേ കാലങ്ങളായി ഞാനും താങ്കളുമൊക്കെ കോളേജിൽ പഠിച്ച കാലത്ത് ഈ തരത്തിൽ ഒരു പ്രിൻസിപ്പലിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ്റെ കരണത്തടിക്കാൻ എൻ്റെയോ അങ്ങയുടെയോ കൈ ഒരിക്കലെങ്കിലും ഉയർന്നിട്ടുണ്ടോ, അല്ലെ ഉയരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിചാരം. താങ്കൾ എന്നോട് സമ്മതിക്കുമെന്നാണ് എൻ്റെ വിചാരം. സ്വന്തം കോളേജിൽ പഠിക്കുന്ന പ്രിൻസിപ്പലിന്റെ കരണത്തടിക്കുകയും അദ്ദേഹത്തിന്റെ ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ, ജയരാജൻ ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ, ദയവായി ശ്രമിക്കണം. അങ്ങ് പറഞ്ഞ 2ാം ഭാഗത്തിലേക്ക് വരികയാണ്. അങ്ങ് പറഞ്ഞല്ലോ അവിടുത്തെ ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ ചെവിക്കൽ അല്ലെങ്കിൽ കരണക്കുറ്റിക്ക് അടിച്ചു, അദ്ദേഹത്തിൻ്റെ ചെവിക്കെന്തോ കേടുപറ്റി. തീർച്ചയായും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ അല്ല വൈസ് ചാൻസലർ ആണെങ്കിലും ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കാര്യത്തിൽ ജയരാജനോട് ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. ഒരു പ്രിൻസിപ്പലിനും ഒരു വിദ്യാർത്ഥിയുടെയോ ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെയോ കരണത്തടിച്ച് അവൻ്റെ കർണപുടം നശിപ്പിക്കാൻ അവകാശമില്ല. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ അവിടുത്തെ പൂർണ്ണമായ ചിത്രം ഒരു ഭാഗമായി അടർത്തിയെടുത്തുകൊണ്ട് ആ തരത്തിൽ വ്യാഖ്യാനിച്ച പ്രിൻസിപ്പൽ എന്തോ പ്രത്യേക ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ്, അദ്ദേഹം ഒരു തരത്തിൽ ഗുണ്ടാപ്രവർത്തനമാണ് നടത്തുന്നതെന്നൊക്കെ അങ്ങേപോലൊരു അധ്യാപകൻ അദ്ദേഹത്തിന് ചാപ്പ കുത്തുന്നത് നൈതികമായി ശരിയാണോ എന്ന് അങ്ങ് ആലോചിക്കണം. ഞാനത് വിടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് അവിടെ ഒറ്റപ്പെട്ട സംഭവമല്ല. അങ്ങേക്കറിയാമല്ലോ, തിരുവനന്തപുരം ലോ കോളേജിൽ അങ്ങേയും എന്നെയും പോലെയുള്ള അധ്യാപകരെ എത്ര മണിക്കൂറുകളാണ് അധ്യാപകരുടെ മുറിയിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ പൂട്ടിയിട്ടിട്ടുള്ളത്. അങ്ങയുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ അങ്ങും ഞാനും കണ്ടതല്ലേ ഈ തലസ്ഥാന നഗരിയിൽ. ഞാൻ ദീർഘകാലം അധ്യാപകനായിരുന്ന യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഞാനിവിടെ വിവരിക്കുന്നില്ല. അങ്ങേക്ക് നന്നായിട്ട് അറിയാമല്ലോ. അങ്ങയുടെ കോളേജിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങേക്കറിയാമല്ലോ. ഇവിടെ മഹാരാജാസ് കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ കസേര എടുത്ത് ആ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ ആ കോളേജിൻ്റെ ചരിത്രമുറങ്ങുന്ന കോളേജിൻ്റെ മുറ്റത്തിട്ട് കത്തിച്ച സംഭവം അങ്ങേക്കറിയാമല്ലോ. ഞാൻ പഠിപ്പിച്ച ഒരു കോളേജാണ് പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്. അവിടുത്തെ പ്രിൻസിപ്പൽ രാജിവെച്ചപ്പോൾ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് കുഴിമാടം തീർത്തുകൊണ്ടാണ് കോളേജിൻ്റെ മുൻപിൽ. അങ്ങേക്കറിയാമല്ലോ കാര്യം. കാസർഗോഡ് കോളേജിലെ ഒരു വനിതാ പ്രിൻസിപ്പൽ പെൻഷൻ പറ്റിയിട്ടെന്ന് 4 മാസമായി അവർക്ക് 5 പൈസ പെൻഷൻ കിട്ടിയിട്ടില്ല. അവസാനം അവർ കോടതി അഭയം പ്രാപിച്ച് ഇന്നാണ് കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിടുന്നു അവർക്ക് പെൻഷൻ കൊടുത്തെങ്കിലേ മതിയാവുകയുള്ളൂ. കാരണം എന്താണ്? അവരുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ചെന്നപ്പോൾ അവർ വിദ്യാർത്ഥികൾക്കെതിരായി പ്രവർത്തിച്ചു എന്നുള്ള വ്യാജേന അവരെ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം സസ്പെൻഡ് ചെയ്തു. ആ തരത്തിലാണ് പ്രതികാരം വീട്ടുന്നത്. അപ്പോൾ അങ്ങ് ആലോചിക്കണം, ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? ഇത് വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു.
എന്നാൽ പൊതുസമൂഹത്തിലൂടെ ഇറങ്ങി വരുമ്പോൾ അങ്ങേക്കറിയാമല്ലോ എത്രയോ അന്വേഷണങ്ങൾ നടന്നിരിക്കുന്നു, എത്രയോ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു, പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു, അത് യൂണിവേഴ്സിറ്റിയിലെ നിയമരഹിതമായിട്ടുള്ള നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു, ഒരുപാട് മേഖലകളിൽ നടന്നതായിട്ടുള്ള ചട്ടവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് എത്രയോ കമ്മീഷനുകൾ അന്വേഷിച്ചു. എൻ്റെ സ്നേഹിത, ഏതെങ്കിലും ഒരു കമ്മീഷൻ്റെ പേരിൽ ആർക്കെങ്കിലും ഒരു ചെറുവിരലെങ്കിലും ഇലക്കി ഒരു നടപടി എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും അന്വേഷണം എവിടെയെങ്കിലും പൂർത്തീകരിച്ചിട്ടുണ്ടോ? നമുക്കറിയാമല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തുണ്ടെഴുതി കൊടുത്തിട്ട് ആശുപത്രി വികസന സമിതികളിലൊക്കെ ആളുകളെ നിയമിച്ചതായിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാമല്ലോ. മേയറുടെ ഓഫീസിൽ നിന്ന് അവരറിയാതെ ലെറ്റർ പാഡ് എടുത്തുകൊണ്ട് പോയി അതിൽ പേരെഴുതി കൊടുത്തിട്ട് നിയമനം നടത്തി. അത് കരാർ നിയമനമായിക്കോട്ടെ, എന്ത് നിയമനമായിക്കോട്ടെ, ഞാനൊന്നും വിസ്തരിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതൊന്നും നാം കാണാതെ പോകരുത്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, പൊതുരംഗത്താണെങ്കിലും ശരി, ക്രിമിനൽ വാസനകൾ ഉള്ളവരെയും ക്രിമിനൽ പ്രതികളെയും മയക്കുമരുന്നിലും കള്ളക്കടത്തിലുമൊക്കെ ഉൾപ്പെടുന്ന ആളുകളെയും ധനസമ്പാദനത്തിന് ഏതു മാർഗവും സ്വീകരിക്കുന്ന ആളുകളെയും ഏറ്റവും ഒടുവിൽ ഞെട്ടിപ്പിക്കുന്നതായ കഥ, പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറാകാൻ 60 ലക്ഷത്തിൻ്റെ ഉടമ്പടി അച്ചാരം വാങ്ങിച്ചവരെയൊക്കെ പറയുമ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. അതൊക്കെ സംഭവിക്കും, ഇതൊക്കെ നടക്കുന്ന സ്വാഭാവികമല്ലേ എന്നൊക്കെയാണ് മറു ചോദ്യം. എന്നിട്ട് പറയും ഞങ്ങൾ അന്വേഷിക്കും. നമുക്കറിയാമല്ലോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്വേഷണത്തോട് സ്വീകരിച്ചിട്ടുള്ള സമീപനം, ഞങ്ങൾക്ക് കോടതിയുണ്ട്, ഞങ്ങൾക്ക് പോലീസുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഈ പാർട്ടിയിലുള്ളവരായിരുന്നല്ലോ, ഇന്നും അവകാശപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുകൊണ്ടൊന്നും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എല്ലാം നിർമ്മലീകരിക്കാമെന്നുള്ള ഒരു ചിന്ത പകരുന്നത് അങ്ങനെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ സ്വീകരിക്കുമെന്ന് വിചാരിക്കരുത്. പാർട്ടി തിരിഞ്ഞു നോക്കണം, എവിടെയാണ് തകരാറ്. ഞാനാണ് ഇതിനകത്ത് പ്രശ്നക്കാരനെങ്കിൽ ഞാനിതാ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സർവ്വ അപരാധങ്ങൾ ഏറ്റുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തന ശൈലി മാറ്റാൻ ഇന്ന് വ്രതമെടുക്കുന്നു എന്ന് ആർജവത്തോടുകൂടി സമൂഹത്തോട് വിളിച്ചു പറയാൻ കഴിയുന്നെങ്കിൽ അദ്ദേഹത്തെ ജനം സ്വീകരിക്കും. അല്ലെങ്കിൽ 42 കാറുകളുടെ അകമ്പടിയോടുകൂടി, ഫയർ എഞ്ചിൻ്റെ അകമ്പടിയോടുകൂടി പോകേണ്ട ആര് വരും? ജനനായകൻ. അദ്ദേഹം പറഞ്ഞല്ലോ 2 ദിവസം മുമ്പ്, ഞാൻ ദാസനാണ്, ഞാൻ രാജാവല്ല, ദാസനാണല്ലോ പറയുന്നത്. ഞാൻ കണ്ടില്ല തലയ്ക്ക് ഈ ഹെൽമെറ്റ് വെച്ച് അടിച്ചു ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് എൻ്റെ വാഹനത്തിന് മുമ്പിലേക്ക് 2 ചെറുപ്പക്കാർ ചാടി വന്നപ്പോൾ അവരെ രക്ഷിക്കാനായി അവിടുത്തെ ചില ആളുകൾ ചെന്നതാണ്. ആ രക്ഷയാണല്ലോ ഈ പറയുന്ന ചെടിച്ചട്ടി കൊണ്ടുള്ള അടിയും ഹെൽമറ്റ് കൊണ്ട് അവരിപ്പോഴും ആശുപത്രിയിൽ കിടക്കുകയാണ്. എവിടെ പോയി അന്വേഷണം? എവിടെയാണ് അന്വേഷണങ്ങൾ നടത്തി വേണ്ട രീതിയിൽ നടപടിയെടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഒരു നടപടി ഫലകരമായി എടുത്താൽ പോരാ, എടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്താത്തടത്തോളം കാലം നിങ്ങളുടെ വിശ്വാസ്യതയുടെ അടിവേരുകൾ നിങ്ങൾ തന്നെ അറക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം.